ഹായ്. രവി ദൈവത്തിനെ പറ്റിയാണ് നമ്മുടെ വിഷയം. ആക്ച്വലി രവി ദൈവത്തിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല, കുറച്ച് വോയിസുകളുണ്ട്, നമുക്കത് സ്പീഡിൽ കേൾക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ ടൈം ലൈനിൽ അതുണ്ട്, നിങ്ങൾ അവിടെ പോയി കേട്ടാൽ മതി. ഞാൻ കുറച്ച് ഭാഗം മാത്രം കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നതാണ്. അത് എനിക്ക് കേട്ടോണ്ടിരിക്കുക അരോചകമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡ് ആയിട്ടാണ് കേൾപ്പിക്കുക. വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പമ്പര വിട്ടിയെ പറ്റി പല രീതിയിൽ പല പ്രാവശ്യം പലരും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. രവി ദൈവം ആരാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇയാൾ സ്വന്തമായിട്ടൊരു നാസ്തിക സഭയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആ സഭയുടെ മേലധ്യക്ഷനായിട്ട് അവിടെ കയറി കുത്തിയിരിക്കുകയാണ്. ഇയാളുടെ ഒരു പ്രത്യേക തരം ഇതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഇസ്ലാമിനെ മാത്രമാണ്. അയാളുടെ കണ്ണിൽ ഇസ്ലാമിയർ മാത്രമാണ് ഏറ്റവും വലിയ പ്രശ്നക്കാർ. സ്ഥിരമായിട്ട് ഇവൻ ചെയ്യുന്ന ഒരു പരിപാടി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം വിഭാഗത്തിലുള്ള കുഴപ്പങ്ങൾ, അതിനെപ്പറ്റിയുള്ള ഒരു വിശകലനങ്ങൾ, അതിനെപ്പറ്റിയുള്ള വായ്ത്താളങ്ങൾ മാത്രമാണ് ഇവൻ്റെ നാട്ടിൽ നിന്ന് വരിക. നമ്മളിത് കേട്ട് നമുക്കിത് ശീലമായി, അതുകൊണ്ട് നമ്മളിത് ഇഗ്നോർ ചെയ്യുന്നു. ബട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ് മുസ്ലിമിനെതിരെ ഇയാൾ ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് മുസ്ലിം ഇയാൾക്കൊപ്പമാണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് അത്. ഇവിടെ മുൻപ് നടന്ന ഒരു കാര്യം, അതായത് ഇയാളാണ് അഷ്കർ അലിയെ കൊണ്ടുവന്നിരുന്നത്. അപ്പം അഷ്കർ അലിയെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് തൊട്ടാണ് ഇയാൾക്ക് ഈ പ്രോബ്ലം എക്സ് മുസ്ലിമിന് ഫേസ് ചെയ്യാൻ തുടങ്ങിയത്. എക്സ് മുസ്ലിം ഒരു സംഘടന ഉണ്ടാക്കി അവർ തനിയായതിൻ്റെ റീസൺ തന്നെ ഇയാൾ അവരെ ചേർക്കാത്തത് കൊണ്ടാണ്. അയാൾ ചേർക്കാത്തതിൻ്റെ റീസൺ എക്സ് മുസ്ലിമായി വന്നവരൊക്കെ തന്നെ ഇസ്ലാമിൻ്റെ കാര്യങ്ങളാണ് വിവരിക്കുന്നത്. അത് പോരാ, ഇസ്ലാമിനെ അങ്ങോട്ട് തീർത്ത് കെട്ടണം, ഇസ്ലാമിനെ അങ്ങോട്ട് നശിപ്പിക്കണം. അതിൻ്റെ കൂടെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു മറ്റൊരു വിഷയം ഉണ്ടാവുമല്ലോ, മറ്റു മതങ്ങളെയും പറയുന്ന ഒരു രീതി, അത് പറ്റത്തില്ല. പ്രത്യേകിച്ച് ഹിന്ദു മതത്തിന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒരിക്കലും അത് അംഗീകരിക്കത്തില്ല, സമ്മതിച്ചേരത്തില്ല. അതാണ് ഇവനും എക്സ് മുസ്ലിം തമ്മിലുള്ള പ്രശ്നം. അപ്പോൾ കുറേ അധികം പേര് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, നമുക്കത് കേൾക്കാം. Correct. We always say that Islam is toxic, but Muslims are lovely. So Islamist is a correct word, right? അത് നമ്മൾ പറയുന്നത്. ഞാൻ എക്സ് മുസ്ലിം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എതിരാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എക്സ് മുസ്ലിം എന്ന് പറയുന്നത് ഒരു കോഴി എക്സ് മുട്ട എന്ന് പറയുന്നത് തുല്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പഴയ അതിന് ടാഗ് കൊണ്ട് നടക്കുക, എക്സ് എം എൽ എന്നോ എക്സ് എം എന്നോ എക്സ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ പഴയതിൽ ആ പാരമ്പര്യവാദം കൂടിയാണ്. ഞങ്ങൾ എവിടെ വരുന്നു, നിങ്ങൾ എവിടെ നിന്ന് ചോദിച്ചാൽ പറയുന്നത് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ നെറ്റിലൊട്ടിച്ച് എക്സ് മുസ്ലിം എന്ന് വെച്ച് നടക്കുന്നതിനകത്തൊരു എനിക്ക് വരില്ല എന്ന് വെച്ചാൽ അവരെ എന്താ പറയുക, അവരെ ഇതൊക്കെ അങ്ങനെ ഒരു രീതിയൊന്നും ഞാൻ ചെയ്യാറില്ല. എസ് എസ് ഗ്ലോബൽ പൊതുവെ എസ് മുസ്ലിം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോട് യോജിപ്പില്ല. ഇവിടെ അതിനകത്ത് പറയുന്നത് പലതും എന്താണ്, എസ് മുസ്ലിമാണ് അത് അങ്ങനെ ചെയ്തത്, എസ് മുസ്ലിമിനെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്ന ഇവിടുത്തെ നവനാസ്തികരാണ്, മറ്റു ചില ആളുകൾ അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്. നേരെ തിരിച്ചാണ് എസ് ഗ്ലോബലുമായിട്ടോ അല്ലെങ്കിൽ ഈ നവനാസ്തികർ എന്നൊക്കെ പറയുന്നത്. എന്തോ നാസ്തികത പണ്ടേ ഉള്ള നവനാസ്തികത, പുതിയ നാസ്തികത എല്ലാവരും ആയിക്കോട്ടെ, ഇങ്ങനെയാണ് വിളിക്കുന്നില്ല, പല പേരുകൾ വിളിച്ച് ടാപ്പ് അടിക്കുന്നതോട് ഞാൻ പറയുന്നുള്ളൂ. നവനാസ്തികരും എസ് മുസ്ലിംസ് കേരളത്തിൽ തന്നെ എനിക്ക് അങ്ങനെ എസ് മുസ്ലിംസ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന പലരെയും എസൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതല്ല, അവർ എസൻസിനെതിരെ സൈബർ ലിങ്കിങ് നടന്ന കൂടുതലാണ് ഞാൻ കൂടുതൽ കണ്ടുള്ളത്. ഒരു ആദ്യം തന്നെ നമ്മുടെ ഒരാൾ വിളിച്ചു, എനിക്ക് ആരിഫ് ഹുസൈൻ, ഞാൻ കഴിഞ്ഞ പറയും ആരിഫ് ഹുസൈൻ പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്. പുള്ളി ശരിക്കും എസ് മുസ്ലിം ഭാരവാഹിയാണോ എനിക്കറിയില്ല, വേറെ ആരും തന്നെ ഇല്ല. വേറെ എല്ലാവരും ഈ പറഞ്ഞ അതായത് സംഘികൾക്കൊപ്പം എക്സ് മുസ്ലിം പോയി നിൽക്കുന്നില്ലാത്തുള്ള നിരാശയാണ് പുള്ളി പറയുന്നത്. പക്ഷെ ആരിഫ് ഗണ്ണൻ ഇയാളുടെ തന്നെയാണ്. ആരിഫ് ഗണ്ണനെ അവർ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കാരണം ആരിഫ് ഗണ്ണനിക്ക് ഇതുപോലെ മലൻ ടി വിയിൽ പോയിരിക്കാൻ, ABC മലയാളത്തിൽ പോയിരിക്കാനുള്ള കട്ട്സ് ഉണ്ട്. അവന് സ്വന്തം ജനതയെ കൂട്ടിക്കൊടുക്കണം, കൊല്ലണം, പിച്ചണം, അമ്മയുമായിട്ട് കിടക്കണം, ഇങ്ങനെയുള്ള ടേമാണ്. അപ്പം അങ്ങനെയുള്ള അവൻ ഇയാൾക്കൊപ്പം ചേരും. ബാക്കി കുറച്ചൊക്കെ ബോധമുള്ള ഇസ്ലാമിയരായിട്ടുള്ള ഇസ്ലാം വിട്ട മനുഷ്യർക്ക് ഇവൻ്റെ ഒപ്പം ചേരാൻ പറ്റുന്നില്ല. ജബ്ബാർ മാഷിനെയും ലിയാഖത്തലിനെയും അറിയാതിട്ട് കുത്തുന്നതാണ്, അത്രയേ ഉള്ളൂ. ലിയാഖത്ത് അലിയുടെ കയ്യിൽ നിന്ന് എക്സ് മുസ്ലിം സംഘടന എടുത്ത് ദൂരെ കളഞ്ഞിട്ട് അതിലേക്ക് വരുന്ന ആൾക്കാരെ ഇവർ ചേർത്ത് പിടിക്കണം. ഒരുപക്ഷെ അതിലേക്ക് വരുന്നവർ അവർ മറ്റൊരു വിഭാഗമായിട്ട് സംസാരിക്കുന്നതായിരിക്കും അവർക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇവനിക്ക് കൂടുതൽ ഹൈപ്പോ റീച്ചോ കിട്ടാത്തൊരു മേഖലയുണ്ട്. കാരണം അതിലേക്കാണ് പെൺകുട്ടികൾ കുറച്ചുകൂടെ സേഫായി പോയി ചേരുന്നതെന്ന് തോന്നുന്നു. വാസ്തവം എന്താണെന്ന് എനിക്കറിയത്തില്ല, ബട്ട് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഇവന് നല്ല കുത്തിക്കഴപ്പ. ആരിഫ് ഹുസൈൻ എക്സ് മുസ്ലിം അല്ല, അവൻ നിരീശ്വരവാദിയാണ്, എറ്റിസ്റ്റാണ്, ഹിനേഷ് എന്നാണ്. ഇവൻ്റെ മെയിൻ സാധനം എന്താണെന്നറിയാമോ? ഇവൻ സ്ഥിരമായിട്ടിരുന്നു കൊണ്ട് ഇങ്ങനെ വായ്ത്താളം അടിക്കും. കുറേ അധികം നെറ്റിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യും, കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അങ്ങനെ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടിരുന്ന് വായ്ത്താളം പറയും. ഇവൻ പഠിച്ചതും അങ്ങനെ തന്നെയാണ്. ഇവൻ്റെ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇവന് ഉത്തരമില്ല. ഇവൻ പഠിച്ചതും അങ്ങനെ തന്നെ, അമ്പലപ്പറമ്പിൽ ചീട്ടും കളിച്ചുകൊണ്ട് കിടന്ന ഒരു വായി നോക്കിയായിരുന്നു. ഇവൻ കിട്ടിയ ആ ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലാണ് ഇവൻ ജോലി കിട്ടിയത്. അപ്പോൾ അവിടെ വരുന്ന ഏത് ജോബ് ഓഫറൊക്കെയാണ് വരുന്നത് അതിനെ റിലേറ്റ് ചെയ്ത് കാണാതെ പഠിച്ച് അങ്ങനെയാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവൻ്റെ പഠനത്തിൻ്റെ ഒരു ഇതെടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, എനിക്ക് ഒരു കുന്തം അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല, ഒരു പിണ്ണാക്കും അറിയത്തില്ല. എൻ്റെ ഇംഗ്ലീഷൊക്കെ കേട്ടാൽ അയ്യോ ശിവനെ ഒന്നും പറയണ്ട. അതിപ്പം ഈ ഇടയ്ക്ക് ഒരു ഉസ്താദ് നല്ല കീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇവന്. പിന്നെന്താന്ന് പറയണം, ആധികാരികമായിട്ട് ഇവൻ പല കാര്യങ്ങളും എനിക്കെല്ലാം അറിയാം, ഞാൻ ഭയങ്കര എൻസൈക്ലോപീഡിയ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും ഇവൻ കയറി കൈവയ്ക്കും. എല്ലാം പൊട്ടത്തരമാവാറാണ് പതിവ്. നമുക്ക് പേരുകളൊക്കെ തെറ്റാം, പക്ഷെ ചില കാര്യങ്ങൾ ഇവൻ പറയണത് പക്ക പോക്കായിട്ട് നമുക്ക് ഇതിന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് അജിനോമോട്ടോ, ഏതോ ഒരു കടൽ കൊമ്പിലുള്ള സുന ആണ്, ഏതോ ഒരു ജീവിയുടെ സുനാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം എനിക്ക്
കുറച്ച് ഇത് തോന്നിയത്, ഇത്രയും ചീഞ്ഞതാണോ ഇവരെന്നുള്ളത്. വാവാ സുരേഷ് എഴുതിയ പുസ്തകത്തിലുള്ള കാര്യം കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരിടത്ത് ഒന്ന് പ്രസംഗിച്ച്, അത് MSc സുവോളജി പഠിക്കുന്ന ഒരു പയ്യൻ ഇത് കേട്ടോണ്ടിരുന്നിട്ട് ഇത് ഞാൻ വേറെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ വേറെ ആരോ ഇതിനെപ്പറ്റി ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാളിത് പറയണതൊക്കെ എന്തൊക്കെ അപരാധത്തരമാണ്, ഇതൊക്കെയാണോ ഇങ്ങനെയൊക്കെയാണോ എന്നുള്ളത്. ഈ പാമ്പിനെ റിലേറ്റ് ചെയ്തിട്ട്, പാമ്പിൻ്റെ വേഷം അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. എല്ലാം കോപ്പി പേസ്റ്റ് ആണ്, അല്ലാതെ സ്വന്തമായിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ വായനകളിൽ കൂടെയാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്കൊരു വിഷയത്തിൽ കൺഫ്യൂഷൻ തോന്നിയാൽ അതേ വിഷയത്തിലെ പ്രതിപാദിക്കുന്ന 3 ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ മിനിമം 3 ഗ്രന്ഥങ്ങളെങ്കിലും നമ്മൾ വായിക്കും. എന്നിട്ട് നമ്മളൊരു കൺക്ലൂഷനിലെത്തുള്ളൂ. അല്ല ഒരാൾ പറഞ്ഞത് കേട്ടോണ്ട് ഉടനെ എടുത്തോ ചാടി വരുന്നതൊന്നുമല്ല. നമ്മൾ 3-4 വിശകലനം നടത്തിയിട്ടായിരിക്കും നമ്മളത് പറയുകയുണ്ടാവുക. ഇവൻ അങ്ങനെയല്ല, കേട്ടതും കേൾക്കാത്തതുമായിട്ട് എടുത്തു ചാടും. അവസാനം ആ സുവോളജി പഠിക്കുന്ന പയ്യൻ, MA സുവോളജിക്കാരൻ, ആ പയ്യനാണ് പറഞ്ഞത് വാവാ സുരേഷിൻ്റെ പുസ്തകത്തിൽ കൃത്യം കോപ്പിയാണ് അവൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ മനുജ മൈത്ര ഇവൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന പെണ്ണ്, അവൾ മനോരമയിലെ കോപ്പി അടിക്കും, ഇവൻ ഇതുപോലുള്ള ആരെങ്കിലുമൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കൊണ്ടുവന്ന് കോപ്പി അടിച്ചിട്ട് ഛർദ്ദിച്ച് വയ്ക്കുക, അത്രയേ ഉള്ളൂ. മുമ്പ് കനാനായ അതായത് ബൈബിളിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. ബൈബിളിൽ പറഞ്ഞ് നിർത്തിയത് ആരെന്നറിയാമോ? മറ്റേ സാക്ഷി എന്ന് പറയുന്ന ബൈബിളിൻ്റെയൊക്കെ ആ ടീമുകളാണ്. അവർ ഇവനെ കൊണ്ടുവന്ന് നിർത്തി തന്നാൽ 1,00,000 രൂപ ഇനാം വരെ പ്രഖ്യാപിച്ചായിരുന്നു. ഡിബേറ്റിന് വാടാന്ന് പറഞ്ഞാൽ ഇവൻ പോകൂലായിരുന്നു. ഇവനെ ഡിബേറ്റിന് വിളിച്ചിട്ട് അവസാനം ഡിബേറ്റിന് വരാത്തതുകൊണ്ട് 1,00,000 രൂപ ഇവനെ കൊണ്ടുവന്ന് ആക്കി തരുന്നവർക്ക് ഇനാം കൊടുക്കാമെന്നൊക്കെ അവർ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല കാനായ സഭയിലേക്കുള്ള ദൂരമൊന്നും, കാനായ ദേശത്തേക്കുള്ള ദൂരം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടൊരു നമ്പരം കുറയണം, ഇത്ര കിലോമീറ്റർ എന്ന്. ആ പൊട്ടൻ എന്താണെന്ന് വെച്ചാൽ അവൻ ബാക്കിൽ കുറേ പുസ്തകമൊക്കെ വെച്ചിട്ടാണ് കുത്തിയിരിക്കുന്നെങ്കിൽ അവൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ഒരു പുസ്തകം അവൻ വായിച്ചിട്ടില്ല എന്നാണ് അവൻ്റെ ഈ ചില പെർഫോമൻസ് തെളിയുന്നത്. ഈ കനായ ദേശത്തെന്ന് പറഞ്ഞാൽ ഒരു റിസോർട്ടുണ്ട് ഇവിടെ, കനാനായ റിസോർട്ട് എന്ന് പറഞ്ഞാൽ കണ്ട ഒരെണ്ണമുണ്ട്. ആ റിസോർട്ടിൻ്റെ ദൂരമാണ് അവിടെ ഇവൻ്റെ നെറ്റിൽ ഇവൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ആദ്യം വന്നത്. ഇവൻ അത് എന്താണ് കൂടുതൽ ക്ലിക്ക് ചെയ്ത് കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണ്ടേ പറയാം. അതൊന്നും സമയമില്ല, ഇവൻ പെട്ടെന്ന് ഭയങ്കര പണ്ഡിതനാവണം. ഉടനെ ആ കിലോമീറ്റർ കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു. അതും ഈ പറയുന്ന ബൈബിളിൻ്റെ ആൾക്കാർ അവരെ അറിയപ്പെടുന്നത് സാക്ഷികളെന്നാണ് പറയുക. പിന്നെ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളാണ്, സാക്ഷികളെന്നാണ് അവരുടെ പേര്. അപ്പോൾ അവർ ആണ് ഇവനെ അത് പൊളിച്ചടുക്കി കൊടുത്തത്. പിന്നെ ഇവ എവിടെ എന്ത് ബൈബിളിനെതിരെ പറഞ്ഞാലും അവർ ഉടനെ ഇറങ്ങി നിന്നിട്ട് കാര്യം പറയും, ഇവൻ അണ്ണാക്കി പിരിമുട്ടി. അങ്ങനെയാണ് ഇപ്പോൾ ഇവൻ കുറച്ച് ബൈബിളിനെ ഉപദ്രവിക്കുന്നത് കുറച്ച് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം അവൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഇസ്ലാമാണ്, അതിനാണ് മാർക്കറ്റ് കൂടുതൽ, അതാണ് അതും കൊണ്ട് തള്ളിക്കൊണ്ടുവരുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ വിരുദ്ധത ഇവൻ പറഞ്ഞിട്ടുണ്ട്. വിരുദ്ധത എന്നല്ല, ഇവനെ അറിയത്തില്ല, അവൻ പൊട്ടത്തരവേ പറയുള്ളൂ. അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. ഒരു വിശേഷമുണ്ട്, ഇവൻ്റെ കൂടെ എസൻസിൽ ചേർന്നിരിക്കുന്ന പൊട്ടന്മാർ ഇവനെക്കാട്ട് വലിയ പൊട്ടന്മാരാണ്. അതുകൊണ്ടാണ് അവൻ പറയുന്നതിൽ തെറ്റുണ്ടായിട്ടും അത് മനസ്സിലാകാതിരുന്ന് തലയാട്ടുന്നത്. അല്ല കുണ്ടികുലിക്ക് കോഴികളെ കണക്ക് ഇത് തന്നെ, കുണ്ടികുലിക്ക് പക്ഷേ അറിയത്തില്ല, അതിങ്ങനെയാണ്, കുണ്ടികുലിക്ക് എല്ലാം സമ്മതിക്കും. അവൻ എന്ത് പറയണോ അത് തന്നെയാണ് വലിയ കാര്യം. അത് കേട്ട് അന്തം വിട്ടിരിക്കുന്ന കുറേ അന്തങ്ങളാണ് അവൻ്റെ കൂടെ ഇരുന്ന് അവനിങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനവിടെ ഉന്നയിക്കുന്ന ചില ഇഷ്ടപ്പെട്ട എത്തിസ്റ്റുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇസ്ലാമിനെ സഹായിക്കുന്ന, അതിനെ എതിർക്കുന്ന എത്തിസ്റ്റുകളായിരിക്കും. അവരുടെ കൂടെയാണ് മുസ്ലിംസ്. സോ അവരെപ്പോഴും ഒരു സത്വബോധത്തിനടിമയായിട്ട് ചെറിയ തോതിലെങ്കിലും അങ്ങനെ ഒരു മിന്നലാട്ടങ്ങളൊക്കെ പലപ്പോഴും കാണാറുണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവർ ഇസ്ലാമിനെ വിമർശിക്കുന്നതിനെതിരെ അവർ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ട് അവർ വരാറുണ്ട്. കേരളത്തിലെ മുസ്ലിംസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഇല്ല, ചിലരൊക്കെ കണ്ടുകൊണ്ട് ചില ഓപ്പൺ ആയിട്ട് തന്നെ പശ്ചിമ ചാനലുകളൊക്കെ ഇരുന്ന് ലഷ്കർ ഇ തോയ്ബയും ഹിസ്ബുൾ മുജാഹിദിനും വേണ്ടി പോരടിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ചില അതുപോലെ തന്നെ ഈ അഷ്കർ അലിയെ പോലെ ഒരാൾ ഇസ്ലാം വിട്ട് വന്നപ്പോൾ തന്നെ അവനെ തന്നെ ഏറ്റവും കൂടുതൽ വിസ്തരിക്കുകയും അവന്റെ ഡിഗ്രി അതാണോ അവൻ ജയിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള കമന്റുകൾ ഒക്കെ വന്നതും മുസ്ലിം പക്ഷത്തിൽ നിന്ന് 100% അങ്ങനെ വരുള്ളൂ. അവർ എക്സ് മുസ്ലിം ആണെങ്കിൽ അവരൊരിക്കൽ മുസ്ലിം ആയിരുന്നു. അവർ എച്ചോ വയ്യോ അവർ മുസ്ലിമാണ്. അവർ പഠിച്ച പുസ്തകത്തിൽ ഇങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് അവർ തുറന്നു പറയും. ഇവൻ പറഞ്ഞത് എന്തായിരുന്നു, പിന്നെ അഷ്കർ അലി പറഞ്ഞത് എന്തായിരുന്നു, ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെയൊന്നുണ്ടെന്ന്. അത് ഇല്ല. ഞാൻ ഇടയ്ക്കൊരു വോയിസ് കേൾപ്പിച്ചിരുന്നു, ആരിഫ് ലിയാഖത്ത് അലിയുടെ വോയിസ് ഒരെണ്ണം കേൾപ്പിച്ചിരുന്നില്ലേ, അതിനകത്ത് അയാൾ കൃത്യമായിട്ട് അത് ഖണ്ഡിക്കുന്നുണ്ട്. അപ്പോൾ അവരതിനെ തിരിച്ചു പറയും. സ്വാഭാവികമായിട്ട് അവരത് കേട്ട് കേൾവി പോലും ഇല്ലാത്തതാണ്. പിന്നെ ഈ ഇസ്ലാമിക കോളേജിൽ പഠിപ്പിക്കുന്ന ഡിഗ്രി വാലിഡ് ആണോ അല്ലയോ എന്ന് 100% വാലിഡ് ആണത്. അത് PSC എഴുതാൻ പറ്റുന്ന വാലിഡിറ്റി അതിനുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് എനിക്കറിയത്തില്ല, പക്ഷേ ഡിഗ്രി വാലിഡ് ആണ്. ഗൾഫിലൊക്കെ ജോലി കിട്ടും, ഇവിടെയും എല്ലാ ഇസ്ലാമിക കോളേജുകളിലും ജോലി കിട്ടും. ഡിഗ്രി ഈസ് വാലിഡ്. ചുമ്മാതെയൊന്നുമല്ല. ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, പാരലായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, മസ്റ്റാണത് കൊടുക്കുന്നുണ്ട്. അതിന് ഇല്ല എന്ന് പറയാം. മറ്റേതായിരിക്കും ഐച്ഛിക വിഷയം എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതും ഇവന് പൊളിഞ്ഞു. പിന്നെന്തായിരുന്നു, പിന്നെ ഉസ്താദ് ചെറുക്കനെ ശല്യം ചെയ്തു. അത് ഞാൻ അവനോട് സംസാരിച്ചു, എൻ്റെ അതിൻ്റെ വോയിസ് ഇരിപ്പുണ്ട്. ആ ചെറുക്കനിക്ക് അങ്ങനെ ഒരു അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉസ്താദ് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കാലഘട്ടമാണെങ്കിലും ആ സമയത്തെ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് പോക്സോ കേസ് കൊടുക്കാം. അമ്മൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കുണ്ടായിട്ടില്ല, പക്ഷെ മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. എന്നാ അതിന് മൊഴി തന്നെ നമുക്കത് കേസുപരമായിട്ട് മുമ്പോട്ട് അതെനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അങ്ങനെ ഒരു സംഗതി ഇല്ല. കള്ളത്തരത്തിൻ്റെ ആശാൻ്റെ കൂടെ പോയി ചേർന്ന് കള്ളത്തരം പറയുകയാണ് ആ പയ്യനെന്ന് എനിക്ക് വ്യക്തമായിട്ട് അവൻ്റെ വോയിസുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ചുമ്മാ ചലഞ്ച് ചെയ്യേണ്ട എൻ്റെ സാധനം ഇരിപ്പുണ്ട്. പിന്നെ ഇവന് അടിമകളെയാണ് വേണ്ടത്.
ഈ എക്സ് മുസ്ലിം അത് മാത്രമല്ല ഇവൻ പറയുന്നില്ല മഹാനാസ്തിക സമ്മേളനം. പക്ഷെ എന്തുകൊണ്ട് എക്സ് മുസ്ലിമിനെ ഒരുത്തം മാത്രം അവിടെ ചെല്ലുന്നു, ബാക്കി ആരും അങ്ങോട്ട് ചെല്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയാം? ഇവന്റെ മഹാനാസ്തിക സമ്മേളനം 10,000 പരം ആൾക്കാരാണ്. നമ്മളെ കൃപാസനം ജോസഫ് അച്ഛനെ കണ്ടുപിടിക്കണോടാ നാറി. അങ്ങേര് തന്നെ 4 ലക്ഷം ആളുകളെ കൊണ്ടാണ് അവിടെ ഇത് നടത്തിക്കുന്നത്, ജാഥ നടത്തിക്കുന്നത് 4 ലക്ഷം പേരെ കൊണ്ടാണ്. ആലപ്പുഴ നിറഞ്ഞു കവിയും ജോസഫ് അച്ഛൻ ഒരു വിളി വിളിച്ച. അങ്ങേർക്കുള്ള ഇതുപോലും ഇല്ല. കഷ്ടം തന്നെ. മഹാനാസ്തികൻ. അസ്കർ എന്തുകൊണ്ട് എസൻസിൽ വന്നു? അതെ, എസൻസിൽ വന്നു. എന്തുകൊണ്ട് ഞങ്ങളല്ലേ? അപ്പോൾ അതൊരു ഗോത്ര ഒരു സബ്സെറ്റ് പോലെയാണ് ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരിക്കലും മുസ്ലിംസ് ആണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ ഉടനെ നവനാസ്തികതയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന നമ്മുടെ ഈ സ്നേഹം ചുരത്തുന്ന ഒരു ചാനലുണ്ടല്ലോ കേരളത്തിൽ. സ്നേഹം ചുരത്തി ചീറ്റി ഒഴുക്കുകയാണ് കേരള സമൂഹത്തിലേക്ക്, ഒഴുക്കി പടർന്നു വരികയാണ്. അവർ ഉടനെ എസ് മുസ്ലിം പറഞ്ഞ ഉടനെ നവനാസ്തികർ, എസൻസ് ഗ്ലോബൽ, നാസ്തികനായ ദൈവം, രവിചന്ദ്രൻ എന്നൊക്കെ അങ്ങോട്ട് കാണിക്കുന്നു. അങ്ങനെ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ സ്നേഹം കണ്ട് നമ്മളെല്ലാം കുറെ നാളായിട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. സ്നേഹത്തിന്റെ വ്യാപാരികൾ അല്ലെ, മെർച്ചൻസ് ഓഫ് ലവ്. അവരാണ് ഇതിങ്ങനെ കൂടുതൽ എസ് മുസ്ലിംസ് എന്ന് പറഞ്ഞ നവനാസ്തികർ. ഒരിക്കലും നേരെ വിപരീതമാണ്. കേരളത്തിലെ കാര്യമാണെങ്കിൽ കേരളത്തിലാണ് നവനാസ്തികർ എന്നൊക്കെ പറഞ്ഞ് അടിക്കുന്നത്, ചാപ്പ അടിക്കുന്നത്. അപ്പോൾ അവരെന്തായാലും എസ് മുസ്ലിംസുമായിട്ട് അത് വേറെ ലൈനാണ്. ഈ പറയുന്ന അവരെ ഈ സ്വത്വബോധത്തോടോ അവരുടെ ഇസ്ലാമിന്റെ ഫസ്റ്റ് ഡിഫൻഡേഴ്സ് ആയിട്ട് മാറുന്ന രീതിയിലോ നമ്മൾ ഒരിക്കലില്ല, ഒരിക്കലും വിളിച്ചിട്ടില്ല. അവർ അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഈ പറഞ്ഞ അവർ ചാപ്പ അടിക്കുന്നത്. ശ്രദ്ധിക്കുന്നത് അത്ര കാര്യം പറഞ്ഞ് വളരെ ശരിയാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അവിടെ ബംഗ്ലാദേശ് റൈസിനെ തുടർന്ന് മരിച്ചവരിൽ 99% മുസ്ലിങ്ങളാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി മീഡിയയുടെ കൺഫർമേഷൻ. ഇങ്ങനെ അതൊക്കെ കറക്റ്റായിട്ട് എണ്ണി കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ സ്നേഹം ചുരത്തി തളർന്നു വീണുകൊണ്ടിരിക്കുന്നത്. അതെ, ബംഗ്ലാദേശിന്റെ കാര്യം പറയുന്നതിൽ ഇവൻ തന്നെ പറയുന്ന ആ ഒരു പോർഷൻ അത് നിങ്ങൾ തന്നെ പോയി കാണുക. എനിക്കത് കേട്ടിട്ട് അവിടെ തന്നെ 99% ഇസ്ലാമിയരാണെന്ന് പറയുന്നത്. പിന്നെ അവിടെ ഒരു കലാപം നടന്നാൽ കൂടുതൽ മരിക്കുക ആരായിരിക്കും? ഇസ്ലാമിയർ തന്നെ ആയിരിക്കും ഒബിയസ്ലി. പിന്നെ അത് പറയാനുണ്ടോ? കള്ളത്തരം പ്രചരിപ്പിക്കുന്നത്. അത് കൃത്യമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആ വോയിസ് ഞാൻ സ്കിപ്പ് ചെയ്യണം. അവിടെ ജനസംഖ്യ എത്രയാണ്? എത്ര ശതമാനം? 90% മുസ്ലിംസ് ഉള്ള 95% മുസ്ലിംസ് ഉള്ള രാജ്യമാണ്. ജർമ്മൻ, അറേബ്യൻ, യമു ഒന്നും യഥാർത്ഥ എസ് മുസ്ലിം എത്തിസ്റ്റ് അല്ലെന്നാണ്. ഈ എസ് മുസ്ലിമിനെ ഡിപെൻഡ് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. എസ് മുസ്ലിമിന് അങ്ങനെ ഒരു പേരുണ്ടോ? അതായത് കാറടിച്ച് ക്രിസ്ത്യൻ ആഘോഷങ്ങൾക്കിടയിൽ പോയി മനുഷ്യരെ കൊല്ലുക എന്നുള്ള ഒരു സിദ്ധാന്തം എക്സ് മുസ്ലിമിനുണ്ടോ? ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാവും. ഉണ്ടല്ലടാ, അങ്ങനെയൊന്നും ഉള്ളത് കൊണ്ടല്ലേ ആ വിഷയം നടന്നത്. ഇവനെന്താ ജർമ്മനിയിൽ നടന്ന ആ ഒരു വിഷയം എക്സ് മുസ്ലിമിൻ്റെതല്ല, അത് ഇസ്ലാമിന്റെ സ്വഭാവമാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവൻ കിടന്നങ്ങ് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. എടാ, നിന്റെ കൂടെയുള്ള ആരിഫ് ഹുസൈനെ നീ സൂക്ഷിച്ചു. അവനെ പോലെ ഒരു ഭൂലോക ഫ്രോഡ് വേറെ ഇല്ല. ആ ഫ്രോഡ് തീർച്ചയായിട്ടും നിനക്കിട്ട് പണി തരും. അവൻ ബെൽറ്റ് ബോംബ് കൊണ്ടുവന്ന് നിന്റെ അടുത്തൊന്ന് പൊട്ടിത്തെറിക്കും. അവൻ എച്ചുമുച്ചിലിയുമാണോ അവൻ ആ പ്രയോഗം ചെയ്തിരിക്കും. കാരണം ഒരു പരിധി കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു ഇയാളെന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയുള്ളൊരു സൈക്കാട്രിസ്റ്റ് പോലും സൈക്കോപാത്തായി മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എച്ചുമുച്ചിലിയും ആകുമ്പോൾ. ഇസ്ലാമിനെതിരെ നിൽക്കുമ്പോൾ അവന് തന്നെ അറിയാം അവൻ്റെ സ്വന്തം കുടുംബത്തിനെതിരെയാണ് നിൽക്കുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമുക്കുള്ളിലൊരു നീതിബോധം ഉണ്ടായിരിക്കും. ആ നീതിബോധത്തിന് എഗൻസ്റ്റ് നിൽക്കുമ്പോൾ നമുക്ക് ഭ്രാന്തായി പോകും. ആ ഭ്രാന്തിൽ നമ്മൾ പലതും കാണിക്കും. ആ ഭ്രാന്താണ് നിങ്ങൾ ജർമ്മനിയിൽ കണ്ടത്. ഈ മതത്തിലുള്ള ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മതം അത് തന്നെയാണ്. ഒരു തർക്കവും വേണ്ട. ഒരു രീതിയിലും ഉച്ചനീചത്വം ഇല്ലാതെ മനുഷ്യനെ മനുഷ്യനായി കൺസിഡർ ചെയ്യുന്ന സാഹോദര്യ സ്നേഹമുള്ള ഒരു മതം അത് തന്നെയാണ്. പോരായ്മകളുണ്ട്, 100% ഉണ്ട്. പക്ഷേ ആ പോരായ്മകളെ വകവയ്ക്കാതെ മനുഷ്യനെ മനസ്സിലാക്കിക്കൊണ്ട് മാതൃകാപരമായി മുന്നേറുന്ന ഒരു വിഭാഗത്തിനെ പിരിഞ്ഞു മാറി പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രാണവേദനയിലാണ് പലരും പല കോലത്തിലുമായി പോകുന്നത്. അതിലൊരു ഭ്രാന്തനാണ് നിന്റെ കൂടെ വന്ന് കണ്ണാടിയിട്ട ആ ബുദ്ധിജീവി എന്ന് അഭിനയിക്കുന്ന അല്ലലവലാതി. അവൻ ഭാവിയിൽ നിനക്കൊരു ബേർഡൻ തന്നെയായിരിക്കും കേട്ടോ, ഒരു ശാപമായിട്ടിരിക്കും. കാരണം പണത്തിന് വേണ്ടി അവൻ സ്വന്തം ഉമ്മാരെ കൂടെ കിടന്നെന്ന് വരെ പറയുന്നവനാണ് ആരിഫ് ഹുസൈൻ. അവൻ പറയുന്നുണ്ടല്ലോ ഇസ്ലാമിയരെല്ലാം ഉമ്മാരെ കൂടെ കിടക്കുന്നവരാണ് എന്ന് വെച്ചാൽ അവൻ്റെ ഉമ്മാരോടെ കിടന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യമാണ് അവൻ പറയണം. അപ്പോൾ അങ്ങനെ പറയുന്നവൻ നാളെ നിനക്കിട്ട് പണി തന്നില്ലെങ്കിൽ ചെക്ക്. എടാ ഊളെ, എടാ മരവൂളെ, ഏത് ഇസ്ലാമാണ് അങ്ങനെ ചെയ്യുന്നത്? ഗുജറാത്തിൽ ആളുകളെ കൊന്നത് ഇസ്ലാമാണാടാ നാറി. ഇവനെയൊക്കെ എന്തോ പറയണ്ടേ? ഇവൻ എന്തോ പറഞ്ഞോണ്ട് വരുന്നെന്ന് മനസ്സിലായില്ലേ? ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രവർത്തികളാണെന്നാടാ നാറി പറയണേ. ഇവിടെ അത്രയും ഇപ്പൊ കരോളിന് വന്നപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഒരു പെണ്ണുങ്ങൾ അവരെ എടുത്തു വെച്ച് അടിച്ച്. ഇസ്ലാമാണോടാ അത് ചെയ്തത്? എടാ നാറി, ഏത് വിഭാഗത്തിലെ മനുഷ്യരെയും ആക്രമിക്കുന്നത് ഇസ്ലാമാണോടാ? അവരവരെ പാടെ നോക്കിയല്ലേ ഇരിക്കുന്നത്. ഇവിടെ എത്രയോ സംഭവങ്ങൾ അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇസ്ലാമിന്റെ തലയെ കൊണ്ടൊക്കെ ഇസ്ലാമാണോടാ ഇതൊക്കെ ചെയ്യുന്ന അലവലാതി? ഇവനെ ഉണ്ടല്ലോ. ജർമ്മനി ഇസ്ലാമൈസേഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ചിന്തിക്കുക. ഇവിടുത്തെ ഇയാൾ ചെയ്ത കാര്യം വെച്ച് നോക്കിയാൽ ഇയാൾക്ക് ക്രിസ്ത്യൻ ഫിയർ. അതെ, അങ്ങനെ പറയാമല്ലോ. വേറെ കാര്യം കേട്ടു. അതാണ്
ഇസ്ലാമിനെ ഭയക്കുന്ന ആളെ എന്തിനാണ് ക്രിസ്ത്യൻ മാർക്കറ്റിലേക്ക് കയറ്റുന്നത്? ക്രിസ്മസ് ചിലപ്പോൾ വേറെ ആഘോഷം, മുസ്ലിം ആഘോഷം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇതെന്ത് ലോജിക്ക്, ഇതെന്ത് ലോകം? മുസ്ലിം എന്ന പേരിൽ ആക്രമണം നടത്തിയത് ഈ മതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരെ മറ്റുള്ള സംശയത്തോടെ നോക്കാൻ വേണ്ടി ആയിരിക്കില്ല ഇങ്ങനെ ചെയ്യുന്നത്. ഇവരെ മതത്തിൽ തന്നെ തളച്ചാൻ ചെയ്യുന്നതാണ്. ആണല്ലോ, ഞാൻ കഴിഞ്ഞ ലൈവ് പറഞ്ഞല്ലോ, എസ് മുസ്ലിം എന്ന പേരിൽ ഒരു ആക്രമണം നടത്തി എസ് മുസ്ലിംസിനെ ഈ യൂറോപ്പിലെ പൊതുസമൂഹത്തിന് മേലും ഇപ്പോൾ കേരളത്തിലെല്ലാം എസ് മുസ്ലിംസിനെ സംശയത്തിന് നിലയിൽ നിർത്തുക. ഇവന്മാരെ പിന്നെ ഈ പറയുന്ന എത്ര പോയിന്റ് ആണെന്ന് അറിയാം. കാരണം കേരളത്തിലൊരു ആരിഫ് ഹുസൈൻ ഉണ്ട്. ആരിഫ് ഹുസൈനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ വേണ്ടിയിട്ട് ജർമ്മനിയിൽ ജീവിക്കുന്ന സാഹചര്യങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ആളിനെ വണ്ടി ഇടിച്ചു കൊല്ലാൻ ഓടിച്ചു കയറ്റിയ ജർമ്മൻ ഫോളോവർ, ഇസ്ലാമിന്റെ കൊണ്ടാണ്ടറാവൻ. എടാ, സൗദിക്ക് കൈമാറുന്ന 100 വട്ടം സൗദി പറഞ്ഞു. പെണ്ണ് കേസ് വരെ ഉണ്ട് അവന്റെ പിറക്ക്. അത് ഇവൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്നവന്റെയിലും പെണ്ണ് കേസ് ഉണ്ട്, അത് വേറെ കാര്യം. അത്രത്തോളം വൃത്തികെട്ട ഒരുത്തനാണ് അവൻ, ക്രിമിനലാണ് അവൻ. അവനെ ഇനി ഇസ്ലാമിന്റെ തലയിൽ കൊണ്ടുവയ്ക്കണ്ട. എന്തായാലും അവൻ ഇസ്ലാം അല്ല എന്നും അവൻ എക്സ് മുസ്ലിം ആണെന്ന് അവർ 100 വട്ടമെങ്കിലും അവർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ട്വിറ്റർ ഉണ്ട്, അവന്റെ വീഡിയോസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ഇവ സമ്മതിച്ചു തരൂല. രീതിയിൽ ഒരു ഡൂബിയസ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി അവർക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ഈ പ്രചരണം നടത്തുന്നത്. അതായത് മുസ്ലിംസിനെ സഹായിക്കാനല്ലല്ലോ. അതിൽ നവനാസ്തികരാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു ഒരു ബന്ധമില്ല. ഈ യൂറോപ്പിൽ ഇനിയിപ്പോ ഈ എസൻസിന്റെ മേലിടാൻ ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഏതാണ്ട് ഒരു സംഭവം നടന്നല്ലേ, ആൾ എക്സ് മുസ്ലിം ആണെന്ന് അയാൾ പറയുന്ന അല്ലാതെ വേറെ എന്ത് തെളിവാണ് വേണ്ടത്? എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അവൻ വേറെ എന്തെങ്കിലും പൊക്കി കാണിക്കണമായിരിക്കും. എനിക്ക് എന്നാലേ തെളിവാകുള്ളൂ. ഒരാൾ എസ് മുസ്ലിം ആണെന്ന് പറയുന്നത് നല്ല ചോദ്യം. ഞാനത് ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ദാറ്റ് ക്വസ്റ്റ്യൻ. ഒരാൾ പറയുന്നത് നീ ദയവേത് ഇംഗ്ലീഷ് മാത്രം പറയല്ലേ, ഇംഗ്ലീഷ് പ്രൊഫസറെ. നീ പഠിപ്പിക്കുന്ന പിള്ളേരുടെ ഗതി അതോ ഗതി. ഒരു മസ്ജിദിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ് നിന്നെ കറക്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നാറി, ഒരു അല്പം ഉളുപ്പുണ്ടെങ്കിൽ നിർത്തിയിട്ട് പോടാ. എന്തേലും മനുഷ്യത്വമില്ലാത്ത വർത്താനമാണോ ഇവൻ പറയും. ഇംഗ്ലീഷ് പറയല്ലേടാ നാറി. നിനക്ക് ഇംഗ്ലീഷ് പോയിട്ട് ഒരു വാഴയെ അറിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കുറേ നവനാസ്തികരെന്ന് പറഞ്ഞിട്ട് ഒരു കിളിപോയ കുറേ സാധനങ്ങൾ കഞ്ചാവ് അടിച്ച് കിറങ്ങി അവിടെ വന്നിരുന്ന് ഇവൻ്റെ വർത്താനം കേൾക്കും. കഞ്ചാവ് വീർമറന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കുലുക്കും. അത് ആ കഞ്ചാവിൻ്റെ എഫക്റ്റിൽ കുലുങ്ങുന്നതാണ്. ഇവൻ വിചാരിക്കും ഇവനെ ഓർത്ത് കുലുങ്ങുന്നതാണെന്ന്. ഇവന് ഒരു കുന്തോ അറിയത്തില്ല, ഒരു പിണ്ണാക്കും അവനിക്ക് അറിയത്തില്ല. അതാണ് വാസ്തവം. സർട്ടിഫിക്കറ്റ് ഉണ്ടോ താങ്കളെ ചൊല്ലി? ഒരാള് അപ്പൊ രാഷ്ട്രീയ കക്ഷികൾ പറയാറുണ്ട് ഞങ്ങള് വർഗീയതക്കെതിരാണ്. ഒരാൾ പറയും, ഒരു പാർട്ടിക്കാരൻ. മുസ്ലിം എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ആനുപാതികമായ പെരുമാറ്റങ്ങളും സംസാരങ്ങളും ഡീഡ്സും, വേർഡ്സ് അല്ല ഡീഡ്സും ആണോ എന്നല്ലേ നോക്കേണ്ടത്. അല്ലെ, മുസ്ലിം ആണെന്ന് പറയുകയും ഇസ്ലാമിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അത് സ്വീകരിക്കാം? സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നിങ്ങൾ എന്തോ പ്രശ്നം. ഇവിടെ എത്തിസ്റ്റുകളായിട്ട് വരുന്ന മെയിൻ ആൾക്കാരുടെ മെയിൻ ഇതെന്താണ്? ഇപ്പൊ സഹോദരൻ അയ്യപ്പൻ പുള്ളി എന്താണ് ചെയ്തത്? ഹിന്ദുമത വിശ്വാസങ്ങളെല്ലാം നശിപ്പിക്കണം, ഹിന്ദുമത വിശ്വാസികളെ നമുക്കങ്ങോട്ട് കൊല്ലണം, അങ്ങനെയാണോ പുള്ളി പറഞ്ഞത്? പുള്ളി ഈ ഭോജനശാലയിനകത്ത് പിലയ സമുദായത്തിലെ ആൾക്കാരെ കൊണ്ട് ഭക്ഷണം പാകം ചെയ്യിച്ചിട്ട് എല്ലാവർക്കും അത് വിളമ്പിച്ചു. പെലേനെ തൊട്ടാൽ കുഴപ്പമൊന്നും, പെലേനെ ഇത്ര അടി ദൂരെ നിർത്തണമെന്നും പറയുന്നിടത്ത് അവരെ കൊണ്ട്, ആ വിഭാഗത്തിലെ ആൾക്കാരെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിച്ച് അവരെ കൊണ്ട് വിളമ്പിച്ച് എല്ലാവരും അത് തിന്നാനുള്ള ഒരു ചട്ടം ഉണ്ടാക്കി കൊണ്ടുവന്നു. അവിടെ എന്താണ് പുള്ളി മുന്നോട്ട് വെച്ച ആശയം? എത്തിസം അങ്ങനെയാണ്. അല്ലെങ്കിൽ അത് അവർ എത്തിസോന്നല്ല, ഈ പറയുന്ന മതത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് മതത്തിലെ പ്രോബ്ലംസ് പരിഹരിക്കാൻ നിൽക്കുന്ന മനുഷ്യർ അങ്ങനെ തന്നെ പെരുമാറുകയുള്ളൂ. ഇപ്പം ഈ എക്സ് മുസ്ലിമിനെ ഞാൻ സാന്ദർഭികമായി സപ്പോർട്ട് ചെയ്യുന്നില്ല. പൊതുവിൽ ഈ മതവിശ്വാസത്തിന്റെ തീവ്രതയ്ക്കെതിരെ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരെയൊന്നും ഇവൻ കൺസിഡർ ചെയ്യത്തില്ല, അവരൊന്നും ഇവനെ എടുക്കൂല. ഇപ്പം നമ്മളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ 3 പ്രാവശ്യം വിളിച്ചു ഇവന്റെ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ഞാൻ കട്ടറായിട്ടാ പറഞ്ഞ കാര്യമാണ്, എനിക്ക് എൻ്റെ മതത്തിനോട് യാതൊരു പ്രോബ്ലവും ഇല്ല. അഫ്കോഴ്സ് അതിനകത്ത് ഗോത്രീയതയുണ്ട്, അതിൽ സുന്നത്ത് ഗോത്രീയതയാണ് എനിക്ക് തീർത്തും ഇഷ്ടപ്പെടാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതേപോലെ വിവാഹങ്ങൾ, അത് ബഷീറാണ് എൻ്റെ ശത്രു. അവൻ ചെയ്യുന്ന തോന്നിവാസം പോക്കൃത്തരവുമാണ്. അത് ഇസ്ലാമിന്റെ മറവിലാണെന്നുള്ളത് ഏറ്റവും വലിയ മോശപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് അവനോടേ ഉള്ളൂ എതിർപ്പ്. അല്ലാതെ എൻ്റെ വാപ്പ 2 കെട്ടിയിട്ടില്ല, എൻ്റെ ഉപ്പാപ്പ 4-40 കെട്ടിയിട്ടില്ല, ഇനി അല്ലെങ്കിൽ എൻ്റെ സഹോദരന്മാരാരും 4 കെട്ടാൻ പോയിട്ടില്ല. അവരൊക്കെ ഒരു കല്യാണം ഒറ്റ കാര്യം കൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പൊ എൻ്റെ ചുറ്റും അതില്ലാത്തടത്ത് ഞാൻ അതിനെപ്പറ്റി കംപ്ലൈന്റ് ചെയ്യേണ്ടത്? എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരാരും തന്നെ 2 കെട്ടിയിട്ടില്ല. വിവാഹമോചനം നടത്തി മറ്റൊന്ന് വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് ഒരാളെ വെച്ചുകൊണ്ട് മറ്റൊരാളെ കല്യാണം കഴിച്ചിട്ട് ഇസ്ലാമിന്റെ നിയമം തലയ്ക്കേട്ട് കുത്തിക്കയറ്റുന്നവരില്ല. ഭാര്യയെ നോക്കാത്തവരായിട്ട് എനിക്ക് ചുറ്റും ആരുമില്ല. അപ്പം ഒബ്വിയസ്ലി എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. പിന്നെ സുന്നത്ത് കല്യാണം അതെനിക്ക് അവിടെയെങ്കിലും പറഞ്ഞിട്ട് കാര്യം, ഞാൻ വന്ന് വല്ല വേദിയിൽ ഇരുന്നുകൊണ്ട് പ്രസംഗിച്ചാണോ എൻ്റെ നാട്ടിലെ പ്രോബ്ലം തീർക്കുന്നത്? അതിന് ഞാൻ എവിഡൻസ് ആയിട്ട് എൻ്റെ മക്കളെ മുന്നോട്ട് വയ്ക്കുന്നത്. സുന്നത്താണ്, അത് പറഞ്ഞല്ല. അത് ചെയ്താൽ നല്ലത്, ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു കിണ്ണവും ഇല്ല, അങ്ങനെയാ പറയുന്നത്. അപ്പൊ അത് പറഞ്ഞപ്പോൾ അയാൾക്ക് ഒരു വെപ്രാളം. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ വരും, കാരണം ശക്തമായ ഭാഷയാണ് നിങ്ങളുടെ അക്സെപ്റ്റ് ചെയ്യും. പൈസ തരാം, പണം കൊടുത്ത് പെണ്ണുങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ട് വായ്ത്താളം അടിപ്പിക്കുന്നുണ്ട് അവൻ.
ഇവനെ പോലെ ഒരു രാജ്യദ്രോഹിയാണ് ഈ നാറി. 2 വിഭാഗം ജനങ്ങളെ തമ്മി തല്ലിക്കുക മാത്രമല്ല, ഒരു വിഭാഗത്തിന്റെ ഒരു വംശഹത്യക്ക് ഇവൻ ആഹ്വാനം കൊടുക്കുകയാണ് ഈ നാറി. മനസ്സിലാക്കിക്കൊള്ളുക. അത്രയ്ക്കുണ്ട് ഈ തെണ്ടി. അവന്റെ ഉള്ളിൽ എന്താണെന്നറിയാമോ? അവൻ ഭയങ്കര എൻസൈക്ലോപ്പീഡിയ, ഭയങ്കര ബുദ്ധിജീവി, ബുദ്ധി രാക്ഷസനെന്ന്. കണ്ണിച്ചവരെ ആരെയും പിന്നെ അവൻ കോണ്ടാക്ട് ചെയ്യത്തില്ല. ഇവനെ ഡിബേറ്റിനെ വിളിച്ചാൽ ഈ മൈത്താണ്ടി മോൻ വരാറില്ല. തെളിവാണ് ആ പറഞ്ഞ സാക്ഷി. മിണ്ടായിരടാ, ചിലക്കാതിരടാ. ഇംഗ്ലീഷ് അവനെ ചെവിള ഞങ്ങൾ കുത്തിപ്പറിക്കും. അവന്റെ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണോ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഇസ്ലാമിന് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാവുകയാണോ, എന്റെ ഗോത്രബോധത്തെ എന്തെങ്കിലും ഹനിക്കുന്ന ഒരു കാര്യത്തെ ഡിഫെൻഡ് ചെയ്യാൻ അവർ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൗട്ട് ചെയ്യും. ഉറപ്പായിട്ടും ഡൗട്ട് ചെയ്യും. എന്താ സംശയം കാര്യം? കാരണം അത് ഇസ്ലാമിസ്റ്റ് ചെയ്യുന്ന കാര്യം, അത് മുസ്ലിം ചെയ്യുന്ന കാര്യമല്ല. ഇസ്ലാമിസ്റ്റ് ചെയ്യുന്ന കാര്യം എടാ, നിന്റെ തള്ളയെ ഇസ്ലാമിസ്റ്റ് എടുത്തു വെച്ച് ഊക്കി. അതിലാണ് നീ ഉണ്ടായത്. മനസ്സിലായില്ലേ? അല്ലാതെ ഇസ്ലാമിസ്റ്റുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ് ചെയ്തത്. നിന്റെ തള്ളയെ ഊക്കി. അലവലാതെ ഇസ്ലാമിസ്റ്റുകൾ എന്തരാ ഉണ്ടാക്കിയെന്ന്. എന്നെ പിടിച്ചേട്ടി 2 പൊട്ടിക്കാൻ ആളില്ലാണ്ട് ചവിട്ടി കൊന്നളയണം. അതാണ് വേണ്ടത്. എന്തൊക്കെ തെളിവാണുള്ളത് അതൊക്കെ തന്നെ ഇയാൾക്കുണ്ട്. ആരിഫ് എക്സ് മുസ്ലിം അല്ലടാ. ആരാ നിന്റെ അടുത്ത് പറഞ്ഞേ? ആ പറഞ്ഞവനിക്കും വിവരമില്ല. ആരിഫ് സംഘിവാണമാണ്, സംഘിയാണ് അവൻ. സംഘിക്കുണ്ടായതാണ്. പന്ന സംഘിയാണ് അവൻ പക്കാ സംഘിയാണ്. അതുകൊണ്ടാണ് അവൻ 4 കെട്ടി 4 പെണ്ണുങ്ങളെ വഴിയാധാരമാക്കി തോന്നിവാസിയായിട്ട് വ്യഭിചരിച്ച് നടക്കുന്ന ഒരു വ്യഭിചാര സന്തതിയാണ് ആരിഫ്. അതിന് നീ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് കൂടുതൽ ഇതാക്കല്ലേ. ഇസ്ലാം എന്നോ മുസ്ലിം എന്നോ അവന്റെ പേരിന്റെ കൂടെ ചേർത്ത് പോലും പറയല്ലേ. അവൻ അത്രയ്ക്ക് നികൃഷ്ട ജന്തുവാണ് അവൻ. തന്റെ വംശത്തിലുള്ള മനുഷ്യരെ കൊല്ലാനുള്ള ആഹ്വാനം കൊടുക്കുന്ന വൃത്തികെട്ടവന്മാർക്കൊപ്പം പോയി നിന്നുകൊണ്ട് വേദി പങ്കിടുന്ന ഒരു തെരുവ് നായയാണവൻ. അവന്റെ സമുദായത്തിലെ ഒരു പെണ്ണിനോട് അവന് റെസ്പെക്ട് ഉണ്ടെങ്കിൽ ഗുജറാത്തിൽ നടന്ന ഒരു വിഷയത്തിനെ പറ്റി അവൻ മിണ്ടിയിട്ടുണ്ടോ? 2021 തൊട്ട് അവന് ചാനലുണ്ട്. ഈ വംശഹത്യ നടത്തിയതിനു ശേഷം ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ആഗസ്റ്റ് 15 പുറപ്പെടുവിച്ച ആ നിയമത്തിന്റെ ഈ ഒരു വസ്തുത വന്നപ്പോൾ ഒരു വാക്ക് ഈ കാമിതയോ ഈ രാക്ഷസനോ മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ടെന്നറിയാമോ? അവരുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് സംഗീതമാണ്. വിഷലിപ്തമായ വിഷങ്ങളാണ് ഈ 2 എണ്ണം. വേഷജന്മങ്ങൾ. നീ പല അക്കമിട്ടും പറയും നിന്റെ പെണ്ണുമ്പുള ഇപ്പൊ പണുന്നതോ അവനായിരിക്കും. അതുകൊണ്ടായിരിക്കും. വാക്കുകൾക്ക് ഒരു സഭ്യതയും ഇവിടുന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം ഈ നാറി പറയണത് കേട്ടിട്ടിരിക്കാനുള്ള മാനസിക നില ഇല്ല എനിക്ക്. അതാണ് സത്യം. ഇവൻ എന്ത് വൃത്തികേടാണ് പറയണത്. ജർമ്മനി നടന്ന സംഭവം കൃത്യമായി എവിഡൻസ് വെച്ച് അവൻ എക്സ് മുസ്ലിം ആണെന്ന് മനസ്സിലാക്കി കൊണ്ടുവന്ന് നമ്മൾ എവിഡൻസ് വെച്ച് സംസാരിക്കുമ്പോഴും ഈ കള്ളത്തരം പ്രചരിപ്പിക്കുന്ന ഈ നാറി എന്തോ ചെയ്യണം? സമാധാനപൂർവ്വമായിട്ടിരുന്നവന്റെ അമ്മ അച്ഛൻ ഓത്ത് അല്ലെങ്കിൽ നാട്ടുകാർ മുഴുക്ക ഓത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടോണ്ടിരിക്കണോ? അതെന്തിനാ നമ്മൾ അങ്ങനെ സഹിക്കുന്നേ? ഇസ്ലാമിസ്റ്റുകൾ എന്തോടാ ചെയ്യുന്നേ? ഇസ്ലാമിസ്റ്റുകൾ ഇവനെ പിടിച്ച് കടിച്ച ഏത് ഇസ്ലാമാണ്? ഇവ ഇത്രയും കാലം ഇത്രയും വായ്ത്താളം അടിച്ചിട്ട് ഇവിടുന്ന് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ലേ? ഇസ്ലാമിസ്റ്റുകൾ ഇവനെ പിടിച്ച് തിന്നുന്ന. ആരിഫ് ഹുസൈൻ ജീവിച്ചല്ലേ ഇരിക്കുന്ന? കൊന്ന അവന്റെ കയ്യാ കാലോ കൊതവോ അണ്ടി ആരെങ്കിലും വെട്ടിയ? അണ്ടി വെട്ടിയവന്റെ അപ്പായി, അത് വേറെ. ആരെങ്കിലും ചെയ്താ? ഇവിടെ ആർക്ക് പ്രശ്നം? ഇതിനേക്കാൾ വലിയ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഞാൻ 4 വർഷമായിട്ട് ജീവിച്ചിരിക്കുന്നത്. ഇനി എന്നെ തൊടാക്കത്തില്ല. ഇനി തൊട്ടിട്ട് കാര്യമില്ല. അങ്ങനെ 4 വർഷം നിങ്ങൾക്ക് സമയം തന്നു. തട്ടിയിട്ട് അവന്മാരെ അതിലേ കൊണ്ട് വെക്കാമായിരുന്നു. പക്ഷെ നിങ്ങൾ ചെയ്തില്ല. അപ്പൊ എന്താ? പിന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് സ്വീകാര്യമല്ല എന്ന് മാത്രമേ പറയുള്ളൂ. മുസ്ലിംസ് എന്തിനാ ക്രിസ്ത്യാനികളെ കൊല്ലുന്നത്? മതപ്പണി, വെളുപ്പിക്കൽ, പെയിന്റ് അടി എക്സെട്ര. അതിന് മതപ്പണിയും എണ്ണ തയ്പ്പ്, അതാണ് കറച്ചുകൂടെ. മസാനി, ഇസ്ലാം മസാനി. എക്സ് മുസ്ലിം തന്നെ അയാളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അയാൾ നടപ്പിലാക്കിയത് ഖുറാനിലെ ഏതോ ജിഹാദാണ്, ചതിയിൽ കൂടെ ജിഹാദ് നടത്തുക എന്നതാണ് അയാൾ നടത്തിയെന്ന് എക്സ് മുസ്ലിംസ് പറയുന്നു. സിമ്പിൾ. ഇതന്നെ ഞാൻ പറഞ്ഞുള്ളൂ. He claimed to be an ex-Muslim, but he behaved absolutely like an Islamist, or Islamist. തെണ്ടിപ്പയലേ എടാ, പിച്ച പൊറുക്കി കാ പൊറുക്കി തക്കാളി ചോറേ അല്ല വലാതി. ഒരു ഡിബേറ്റിന് തയ്യാറാമോ? നിനക്ക് ഇസ്ലാമിസ്റ്റ് എന്താണെന്നും ഹിന്ദുയിസത്തിലുള്ള ക്രൂരത എന്താണെന്നും നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കുമുള്ള നല്ല പച്ച ഭാഷ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. നീ ഡിബേറ്റിന് തയ്യാറാണോ? എടാ രവി, നീ തയ്യാറാണോ ഡിബേറ്റിന്? ഞാൻ വന്നിരിക്കാം. ഇസ്ലാമിസ്റ്റ് നിന്റെ അമ്മയുടെ അടിച്ചാന്ന് നീ ഒന്ന് പറ. എന്തിനടാ അനാവശ്യമായിട്ടൊരു നരേഷൻ കൊണ്ടുവരുന്നത്? അത് ചെയ്തത് എക്സ് മുസ്ലിമാണ്. അവൻ എക്സ് മുസ്ലിമായിട്ട് എത്രയോ കാലമായി അവൻ സൗദിയിൽ നിന്ന് പലായനം ചെയ്തിരിക്കുന്നു. ജർമ്മനിയിൽ സ്റ്റേഡാണ്. അവൻ നിരന്തരമായി ഇസ്ലാമിക വിഭാഗത്തിൽ സ്ത്രീകൾക്ക് നേരിടുന്ന അവഹേളനത്തിനെ പറ്റി കൃത്യമായി വീഡിയോ ചെയ്യുന്നു, അതിനെപ്പറ്റി വിവരിക്കുന്നു. ഇതൊന്നും പോരാതെ ഇതുവരെയും അവൻ മാറ്റി പറഞ്ഞിട്ടുമില്ല. എന്നിട്ട് അവൻ ഭയങ്കര മിടുക്കൻ, അവൻ ഇസ്ലാമിസ്റ്റ് ആണെന്നാണ് അവൻ പറയുന്നത്.
അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഗുജറാത്തിൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പെണ്ണുങ്ങൾ. അതേപോലെ അമ്പലത്തിനകത്ത് കൊണ്ടുപോയി 6 വയസ്സുകാരി കൊച്ചിനെ റേപ്പ് ചെയ്തു. ഇവിടെ ഒരു പൊടി കൊച്ച് മദ്രസയിൽ പോകുന്ന സമയത്ത് പിടിച്ചു നിർത്തി കഴുത്തറുത്തു. ഇതൊക്കെ ചെയ്തത് ഹിന്ദു മതവിശ്വാസത്തിലുള്ള ആൾക്കാരാണ്. ആണല്ലോ, മതവിശ്വാസം തലയിൽ കയറിയിട്ടാണ്. അങ്ങനെയാണോ എല്ലാ ഹിന്ദു മതവിശ്വാസികളും? ആണോ? എനിക്ക് ചുറ്റുമുള്ള ഒരു ഹിന്ദു മതവിശ്വാസികളും അങ്ങനെയല്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ അത്രത്തോളം വൃത്തിയുള്ള, ബോധമുള്ള, ബുദ്ധിയുള്ള മനുഷ്യരാണ്. അവരെ വക്രീകരിച്ച് അനാവശ്യ നരേഷനുകളിൽ കൂടെ കൊണ്ടുപോകുന്ന വെറും 12% ഉള്ളൂ. ആ 12% ചെൽപ്പടിയിലേക്ക് ഇവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഗതി തൂണ്ടിവിടുന്നതാണ്. അതിനപ്പുറം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംസ്കാരമാണത്. മതമെന്ന് പോലും ഞാൻ പറയില്ല. ആ സംസ്കാരത്തിനെ നശിപ്പിക്കാൻ തക്കവണ്ണം വൃത്തികേടുകൾ ആളുകളുടെ തലയിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്ന ഒരു വൃത്തികെട്ട വിഭാഗമാണ് ഇവനും ഇവന്റെ കൂട്ടരും. അത്രേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. പിന്നെ ഈ മതവിശ്വാസം തീവ്രമാകുമ്പോൾ ഭ്രാന്തെടുത്ത് പലരും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ആ ഒഴിഞ്ഞു പോക്കലാണ് എല്ലാ മതത്തിൽ നിന്നും ഉണ്ടാകുന്നത്. ഇവരുടെ ഇതിനകത്ത് മതവിശ്വാസം കൊണ്ടല്ല, ഇവരുടെ തൊട്ടുകൂടായ്മ കൊണ്ടാണ് പലരും ഇത് വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ടുള്ളത്. അൺടച്ചബിലിറ്റി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ട്. ഇത് എഴുതി വെച്ചത് അംബേദ്കറാണ്. നമ്മുടെ ഭരണഘടന ഇത് എത്രയോ പഠിച്ച എത്രയോ ദൂരദേശങ്ങളിലൊക്കെ പോയി പഠിച്ച 2 PhD ഹോൾഡറായ അത്രയും വലിയ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുന്ന ദൈവന്മാരുടെ അൺടച്ചബിലിറ്റിയെ കുറിച്ചാണ്. ഞാൻ ഹിന്ദുവായി ജനിച്ചെങ്കിലും ഹിന്ദുവായി മരിക്കില്ലെന്ന് പറഞ്ഞ് 10 ലക്ഷം ആൾക്കാരെയും കൊണ്ടാണ് അയാൾ ബുദ്ധമതം സ്വീകരിച്ച് മാറിപ്പോയത്. അമ്മാതിരി ടോർച്ചറായിരുന്നു. ഇവര് ഒളിച്ചു വെക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പൊ 47-ലല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഈ 47-ലാണ് ഹിന്ദു ലോ കൊണ്ടുവരുന്നതും അതിനുശേഷമുള്ള കാര്യങ്ങളിലാണ് ഹിന്ദു ലോ കൊണ്ടുവരുന്നത്. അതുവരെ ഇതിനേക്കാൾ വൾഗറായിരുന്നു. എന്തെല്ലാം വൾഗാരിറ്റി ഉണ്ടായിരുന്നു എന്നറിയാമോ? എത്രത്തോളം അത് ഞാൻ ഈ വിഷയത്തിലേക്ക് അധിഷ്ഠിതമല്ലാത്തത് കൊണ്ട് ആ വിഷയം ഞാൻ പറയുന്നില്ല, പിന്നെ പറയാം. എങ്ങനെയാണ് ചെയ്യുന്നത്, അയാളുടെ വാക്കും പ്രവൃത്തി എങ്ങനെയാണോ അതാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. അയാൾ ഇപ്പോൾ അവസാനം ചെയ്ത കൃത്യം അതാണ്. അതിനെ വരച്ച നേരെ ഇസ്ലാമിലാണ് ചെയ്യുന്നത്. അതുമല്ല, നിരീശ്വരവാദികളോ അല്ലെങ്കിൽ നാസ്തികരോ എന്നൊക്കെ പറയുന്നവർക്കൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഈ തൊട്ടിയും അവനതും അല്ല. ഇവൻ വെറും തൊട്ടിയാണ്, ഫ്രോഡാണ്. ഇവൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വിദഗ്ധമായിട്ട് ഈ സംഗീസം അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മീഡിയം മാത്രമാണ് നാസ്തികത. അതിനപ്പുറം ഇവൻ പക്ക ഫ്രോഡാണെന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ ഈ പലതും കാണുന്നതും കേൾക്കുന്നതും. അല്ലാതെ മുസ്ലിം അയാൾ അങ്ങനെ പറഞ്ഞു. അയാൾ കുറേ വർഷമായിട്ട് ഇങ്ങനെ അയാൾ ഇങ്ങനെ തെളിവുകൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുകൊണ്ടിരുന്നതാണ്. അത് ആളുകളെ കളിപ്പിക്കാനായിരിക്കും. അയാൾ ഈ വട്ടനായിട്ടൊക്കെ അഭിനയിച്ചതൊക്കെ അതേ ലെവലിലായിരിക്കും. ഇയാൾക്ക് സംശയത്തിന് ആനുകൂല്യം കൊടുക്കണമെന്ന്. ഞാൻ ഇയാൾക്ക് സംശയത്തിന് ആനുകൂല്യം കൊടുക്കാൻ ഇപ്പോഴും തയ്യാറാണ്. കാരണം അയാൾ ഇനി ഒരു വിചിത്രനായ നീ ആരടാ നാറി അയാൾക്ക് സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കാനായിട്ട്? ഇവൻ ആര്? ഇവരുന്നങ്ങ് കളക്ടർ പോലെ ഇരുന്ന് പറയും ഞാൻ സംശയത്തിന്റെ ആനുകൂല്യം. നീ ആരതാണ് സ്വയം പൊങ്ങി നാറി? നീയാണോ ആളുകൾക്ക് പെർമിഷൻ കൊടുക്കുന്നത്? അയാൾ എന്ത് പറയണം, അയാൾ എന്ത് ചെയ്യണം, ഇവനാണോ പെർമിഷൻ കൊടുക്കുന്നത്? അല്ല ഈ മുസ്ലിമിന്റെ ഒക്കെ കുത്തകാവകാശം ഈ തക്കാളി എടുത്ത ഇവൻ ആരെന്നാണ് ഇവന്റെ വിചാരം? ഇവൻ എന്ത് വർത്താനായി പറയുന്നത്? എന്ന് ഉള്ള രീതിയിലാണെങ്കിലും സംശയത്തിന് ആനുകൂല്യം കൊടുക്കാൻ ഞാൻ തരാണ്. പക്ഷെ ഇത് ഉടനെ എടുത്ത് ആഘോഷിക്കുക മുസ്ലിങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ പിന്നെ അത് അവിടെ നിന്നും വിട്ടിട്ട് നവനാസ്തികൾക്കെതിരെയും എത്തീസ്റ്റുകൾക്കെതിരെയൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മൾ വീണ്ടും സംശയം ഉണ്ടാവും. തീർച്ചയായിട്ടും മുസ്ലിം എന്നിരിക്കുന്നവർക്ക് പിന്നെയും ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അവര് സംഘികളെ അടിക്കാതെ അവരവരുടെ മതത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രം സംസാരിക്കുകയാണെങ്കിൽ അവർ പിന്നെയും സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. മനസ്സിലായില്ലേ? അവരവരുടെ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ പ്രോബ്ലംസ് മാത്രമാണ് പറയണമെങ്കിൽ ഓക്കെ. അതേസമയം സംഘികൾക്ക് സപ്പോർട്ടീവ് ആകുന്ന രീതിയിൽ സംഘികൾക്ക് വേണ്ടിയിട്ട് വായ്ത്താളം അടിക്കുന്നുണ്ടെങ്കിൽ അവൻ മുസ്ലിം അല്ലട, അവൻ സംഘിയ. അത്തരത്തിലൊരു സംഘി നിന്റെ ഒപ്പം ഉണ്ട്. ആ സംഘീസം പറയുന്ന ഓരോ നാറികളെയും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അവൻ നാളെ പൊട്ടിത്തെറിക്കാനുള്ളവനാ. അവന്റെ ഉള്ളിലുള്ള ആ തീവ്രമായ വൃത്തികെട്ട രൂപം അവൻ വെളിയിൽ കാണിച്ചിരിക്കുന്ന നിന്റെ ഒപ്പം ചേരുമ്പോഴാ നീ രാജ്യദ്രോഹിയാണ്. രാജ്യദ്രോഹത്തിനാണ് നിനക്കെതിരെ കുറ്റമെടുക്കേണ്ടത്. നമ്മളെ കുറ്റപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നത്, പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഇസ്ലാമോഫോബാണ് എന്നൊക്കെ തേജസ് പോലെയുള്ള ഒരു പത്രത്തിന് ആ തേജസ്സിൽ വന്ന കാര്യമാണ് എഴുന്നള്ളിക്കുന്നത്. അതെന്താ നൂപുർ ശർമ്മയ്ക്ക് മാത്രം മതി അഭിപ്രായ സ്വാതന്ത്ര്യം, തേജസ്സിന് അഭിപ്രായ സ്വാതന്ത്ര്യം പറയാനൊക്കത്തില്ലേ? നിനക്കും നിന്റെ മലൻ ടിവിക്ക് മാത്രമേ ഉള്ളൂ അഭിപ്രായ സ്വാതന്ത്ര്യം. തേജസ് പറഞ്ഞ വെക്കൂലേ, എടുക്കൂലേ നീ? അത് പ്രത്യേകതരം ഞൊണ്ണയാണല്ലോ ഞൊണ്ണേ. CNN BBC മുസ്ലിങ്ങൾക്ക് വേണ്ടി പോരാടുന്ന മുസ്ലിം ഫിഗറിനെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. മുസ്ലിംസ് തള്ളി പറഞ്ഞാൽ അയാൾ മുസ്ലിം ആകുമോ? CNN പ്ലസ് BBC മുസ്ലിങ്ങൾക്ക് വേണ്ടി പോരാടും. അല്ല, ഒന്നിനകത്ത് നമുക്ക് ഈ മുസ്ലിംസ് തള്ളി പറഞ്ഞ ഈ മുസ്ലിംസ് അയാളെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? സൗദി അറേബ്യയൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ. പൊട്ടനാണെന്നുള്ള തെളിവാണ് മുസ്ലിംസ് തള്ളി പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യ, സൗദി അല്ലടാ മതത്തിന്റെ ഒറിജിൻ ഏരിയ. അവര് തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വേറെ ആരും. ഇവൻ പൊട്ടനാണ് കേട്ടാ. സത്യം പറഞ്ഞാൽ ഇവനെ കാണുന്ന കുറെ പൊട്ടന്മാർക്ക് ഇവൻ പറയുന്ന പൊട്ടത്തരം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്.
അതിനുള്ള ബോധം അവറ്റകൾക്കില്ല. അതാണ് പ്രശ്നം. ബോധമുള്ള ഒരാൾ പോലും ഇവൻ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകും. നമ്മൾ വിചാരിക്കും ഇവൻ എന്താ ഈ പറയുന്നത്, ആരും മൈൻഡ് ചെയ്യാത്ത എന്താന്ന്. ആർക്കും ഇത് കേൾക്കാൻ താല്പര്യമില്ല. ഇത് കേട്ടിട്ട് ഈ പൊട്ടത്തരം പറയുന്ന പൊട്ടനെന്ത് സത്യം പറഞ്ഞാൽ ഈ പൊട്ടം പറയുന്ന പൊട്ടത്തരത്തിനാണ് നമ്മൾ മറുപടി കൊടുക്കേണ്ടത്. മിണ്ടാതിരിക്കുമ്പോഴാണ് അവൻ തലയെ കയറുന്നത്. കാരണം അയാൾ ഒരു സൗദി പൗരനായിരുന്നതുകൊണ്ട് അയാളെ തള്ളി പറഞ്ഞു. അല്ലാതെ പൊതുവിൽ ആരാണ് തള്ളി പറഞ്ഞത്? മുസ്ലിം തള്ളി പറഞ്ഞു. ഓഹോ എച്ചും ചാണ്ടി പറഞ്ഞു. ആരിഫിനെ മുസ്ലിംസ് ഓഫ് കേരള തള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുണ്ടാവും, എനിക്കറിയില്ല. അതൊക്കെ അവരുടെ ആഭ്യന്തരമായിട്ടുള്ള സംഘടനാ പ്രശ്നങ്ങളായിരിക്കും. ഞാൻ നോക്കുന്നത് ആഭ്യന്തരമായ സംഘടനാ പ്രശ്നമല്ല. ആരിഫ് ഹുസൈൻ അവർ തള്ളിപ്പറയാനുള്ള കാരണം അവർക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു അവൻ പ്രചരിപ്പിക്കുന്നത് സംഘിസമാണെന്ന്. അത് മാത്രമല്ല, ഞാൻ മുൻപിട്ടൊരു വീഡിയോ ആര് സിവിയർ ആയിട്ടോ സീരിയസ് ആയിട്ടോ എടുത്തിട്ടില്ല. അവൻ കൃത്യമായി അതിനകത്ത് കാണിച്ച കള്ളക്കളി ലിയാക്കത്തിന്റെ വാക്കുകളിൽ കൂടെ ഞാൻ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടതാണ്. അതിനകത്ത് അവൻ പറയുന്നുണ്ട്, ICS പോലുള്ള സംഘടനകൾ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള തീവ്രവാദപരമായ സാധനങ്ങൾ ഇവിടെയുള്ള സാധാരണ ഇസ്ലാമിയർ പഠിപ്പിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് അനാവശ്യമായ നരേഷൻ ഉണ്ടാക്കി വംശഹത്യക്ക് പ്രേരിതമാകുന്ന രീതിയിലുള്ള ഒരു കാര്യം അവൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കണ്ടു, അത് ഞാൻ കേട്ടു എന്ന് ലിയാഖത്ത് അലി പറയുന്ന വോയിസ് ആണ് ഞാൻ പബ്ലിഷ് ചെയ്തത്. ആരും അത് ഗൗനിച്ചില്ല എന്നുള്ളത് വസ്തുത. പക്ഷെ ആ സംഗതി അതിന്റെ ഭീകരതയിൽ കൂടെ പുറത്തേക്ക് വരുമ്പോൾ മാത്രം മനസ്സിലാവും. ഇവിടെ ഒരു കലാപത്തിന് അവർ കോപ്പ് കൂട്ടുന്നുണ്ട്. ആ കലാപത്തിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വളരെ വലിയ നഷ്ടങ്ങളായിരിക്കും. അവരേറ്റവും കൂടുതൽ ആക്രമിക്കുക, അടിക്കുക കേരളത്തിന് തന്നെയായിരിക്കും. കാരണം ഇവിടെയാണ് 26% നിലകൊള്ളുന്നതും സ്ട്രോങ് ആയിട്ട്. നമ്മൾ പ്രാക്ടിക്കലായി ചിന്തിച്ചുകൊണ്ട് സ്ട്രെങ്ത് കൂട്ടി നമ്മൾ ഇതിനെതിരെ ശക്തമായി നിലകൊണ്ടില്ല എങ്കിൽ നമുക്ക് വരാൻ പോകുന്ന നഷ്ടം നിസ്സാരമായിരിക്കത്തില്ല. ഉറപ്പിച്ചോളൂ. ദാറ്റ്സ് ഇറ്റ്. എക്സ് മുസ്ലിം ഓർ വൈ മുസ്ലിം അതാണ് ഞാൻ ചോദിക്കുന്നത്. വാട്ട് ഡേ ഡു അത്ര മാത്രമേ നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. അവരെ ഓരോ പറയുന്നതും ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ്, അത് ഒരു ഇസ്ലാമിസ്റ്റിന് ചേർന്നാണോ അതോ അതിനകത്ത് മോചിതനായ ഒന്നും നോക്കുന്നത്. അല്ല സംഘടന 2 പേര് കൂടി ഇരുന്ന് 3-ാം തല പുറത്താക്കുന്നു, 3 പേര് കൂടി ഇരുന്ന് 4-ാം തല പുറത്താക്കുന്നത്, അതൊക്കെ എന്താണ്? ആരിഫ് ഹുസൈനെ വെളുപ്പിക്കുന്നതാ. ആരിഫ് ഹുസൈനെ പുറത്താക്കേണ്ട റീസൺ അതാണ്. അവൻ അത്രയും വലിയ തീവ്രവാദിയാണ്, അവൻ അത്രയും വലിയ രാജ്യദ്രോഹിയാണ്. അവൻ ആരിഫ് ഹുസൈൻ ചെയ്യുന്ന രാജ്യദ്രോഹം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടാണ്. അവൻ വംശഹത്യക്ക് കോപ്പ് കൂട്ടുകയാണ്. നാറി എന്ത് കാര്യം? ഈ പുറത്താക്കിയാലും മറ്റോ പുറത്താക്കിയാലോ അങ്ങനെയൊക്കെ നടക്കൽ. ജാതി പേര് വിളിച്ചല്ല. കാശ്മീർ സിവിലിയൻ ജനതയ്ക്കെതിരെ നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ, ബലാത്സംഗം, നിർബന്ധിത നിരോധനങ്ങൾ നടത്തിയിട്ടുള്ളത് ആംനസ്റ്റി ഇമ്പോഷണൽ വസ്തുതാപരമാണ്. ഇതൊക്കെ ഇന്ത്യ കണ്ടന്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആൻസേഴ്സ് അത് അദ്ദേഹത്തിന്റെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യും. അതേപോലെ തന്നെ ബ്രാഹ്മണ സമുദായത്തിലുള്ള ഒരാളെ തിരുമേനി നമ്പൂതിരിപ്പാട് എന്ന് വിളിച്ച് താങ്കൾ അഭിസംബോധന ചെയ്യും. അദ്ദേഹം എങ്ങനെ അറിയപ്പെടും? ജാസ്മിൻ പൗലോസ് ഇതറിയണമെങ്കിൽ ജാസ്മിൻ പൗലോസ് എന്ന് പറയുന്ന ആരോ ഒരാൾ ഒന്ന് ആ ചോദ്യം ചോദിച്ചതാണ്. നിങ്ങൾ തിരുമേനി നമ്പൂതിരി എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും അഭിസംബോധന ചെയ്യാറുണ്ടോ? അങ്ങനെയാണോ നിങ്ങൾ ഓരോരുത്തരും അഭിസംബോധന ചെയ്യുന്നത്? ആരുടെത്തായി ചോദിക്കുന്നത്? അവന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് രവിചന്ദ്രൻ പിള്ള എന്നാണ്. അവന്റെ ജാതി പേര് അതിനകത്ത് ചേർത്ത് വെച്ചിരിക്കുന്നു. അപ്പോഴാണ് പിള്ള. പിന്നെ ആരൊക്കെ കിടന്ന് കോൺട്രവേഴ്സി ആയപ്പോഴത്തേക്കാണ് അവൻ മാറ്റിയത്. അവൻ പിള്ള എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രവിചന്ദ്ര പിള്ള, അഭിമാനത്തോടു കൂടി പിള്ള എന്ന് പറഞ്ഞിരുന്നത്. എന്നാ പിള്ള അങ്ങനെയുള്ളവന്റെ അടുത്ത് പോയിട്ടാണ് കൊണ ചോദിക്കുന്നത്. എന്തൊരു ജ്യോതിഷം ശാസ്ത്രീയമോ അല്ലയോ അങ്ങനെ കണ്ട ഒരു ഡിബേറ്റ് ഉണ്ട്. ഒരു നമ്പൂതിരി ഒരു കാപ്പിക്കാട് സാർ എങ്ങനെ ഒരു അധ്യാപകനായി സാറിന്റെ പഠന രീതിയൊന്നും ശാസ്ത്രീയമോ അല്ലയോ അങ്ങനെ കണ്ട ഒരു ഡിബേറ്റ് ഉണ്ട്. ഒരു നമ്പൂതിരി നമ്പൂതിരിയാണ് തിരുവനന്തപുരം അല്ല കൊല്ലത്ത് പബ്ലിക് ലൈബ്രറി വെച്ചാണ് ഒരു ഡിബേറ്റ് ഉണ്ട്. ആ ഡിബേറ്റിൽ ഒരു നമ്പൂതിരിയാണ് പങ്കെടുത്തത്. ഞാൻ അദ്ദേഹത്തെ പേര് വിളിച്ചു തന്നെയാണ് സംഭവം. ജാതി പേര് വിളിച്ചല്ലേ. വാട്ട് ഹാപ്പൻ ടു അസ്കർ അലി നൗ? അസ്കർ അലിക്ക് എന്താ പറ്റിയ? അവൻ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലോ മുംബൈയിലോ എവിടെയാണ് അവൻ? ഡൽഹി പഠിക്കാൻ പഠിത്തം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പൊതുവേദികളിൽ മുഹമ്മദിനെയും ഇസ്ലാമിനെയും പൊക്കി പറയും രാമൻ ഏറ്റവും മോശം ആളാണെന്ന് പറയുന്ന കാപ്പിക്കാടിനെ പറ്റി എന്താണ്? കാപ്പിക്കാട് സാർ എങ്ങനെ? സണ്ണി കാപ്പിക്കാടിനെ പറ്റിയാണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അവൻ അതിനകത്ത് ഉത്തരവില്ല. അവൻ എങ്ങനെ പറയും? ഇവനെ പോലെ ഒളിച്ചും പാത്തും ഇരുന്ന് കള്ള കോപ്പി അടിച്ച് ജയിച്ച മനുഷ്യനല്ലേ. MAയിൽ 1ാം റാങ്കുള്ള മനുഷ്യനാ. ദളിതനായതുകൊണ്ട് ഇവന് നാക്കിൽ വരത്തില്ല സണ്ണി കാപ്പിക്കാടിന്റെ പേര് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ പിന്നെ ജന്മി ഇട്ടുകൊടുത്ത പേരാണ്. അതായത് നേരത്തെ ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞിരുന്ന വീഡിയോയിലൊക്കെ അത് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ വായി തുറക്കൂല, അത് അവന്റെ വായിൽ വരൂല. സണ്ണി കാപ്പിക്കാടിന്റെ പേര് പറയാൻ മാത്രം യോഗ്യത ഇവനിക്കില്ല എന്നുള്ളത് വസ്തുത. അന്ന് ഇവൻ പറയത്തില്ല. അധ്യാപകനായി സാറിന്റെ പഠന രീതിയൊന്നും വിശദീകരിക്കാം. ഇപ്പോൾ അതൊന്നുമില്ലല്ലോ. പിച്ച് പറക്കി നടന്നിരുന്നില്ല. ഇതിന്റെ അവിടെ പോയിരുന്നുകൊണ്ട് ചീട്ട് കളിച്ച് കിടന്ന് വായി നോക്കിക്ക് എവിടെ ഒരു പ്ലേസ്മെന്റ് കിട്ടിയപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഞൊളഞ്ഞു പഠിച്ചിട്ടുണ്ട്. ചരിത്രം എന്തെങ്കിലും പൂർണ്ണമായിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു ദിവസം ഇടാം. മിൽക്കി ഇന്നലെ കണ്ട് KGF ഹിന്ദുത്വ ഫാസിസ്റ്റോട് അനുകൂലമാകുന്നതിന്റെ പിന്നിലെ കാരണം എന്താണ്? ലോകം മുഴുവൻ മുസ്ലിങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. എന്നാൽ നിങ്ങൾ ഹിന്ദുത്വ ഫാസിസ്റ്റുകളോട് ആരാനും അനുഭവം കാണിച്ച് നിങ്ങളൊക്കെ പറഞ്ഞിട്ട് ഹിരകണക്കിൽ അവൻ
ഈ പറയുന്നവൻ എസ് മുസ്ലിം ആണെന്ന് അവൻ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണോ പറയുന്നത് നിങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യം പറയാം, അങ്ങനത്തെ ഫാസിസ്റ്റുകളോട് അനുഭവം കാണിച്ചു, ഇന്ന വാക്ക്, ഇന്ന വരി, ഇന്ന പ്രവൃത്തി, നിങ്ങൾ പറ. അല്ല ചുമ്മാ നിങ്ങൾ ഒരു ക്വസ്റ്റിനകത്ത് ആദ്യ ഭാഗം അങ്ങനെ എഴുതി, രണ്ടാമത്തെ ഭാഗം എന്താ ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ച് മാത്രം എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ വിഷയം ഉണ്ടായി സംസാരിക്കുന്നു. അവിടെ അതിനകത്ത് ഇതെടുത്തേണ്ട കാര്യമില്ലല്ലോ, ഇങ്ങനെ ബാലൻസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. വരുമ്പോൾ ആ കാര്യം വിശ്വസിച്ചു നീ ബാലൻസ് ഇന്ത്യയിൽ എന്ന ബോംബിടും ആളുകൾക്ക് വേണ്ടി വെബ്സൈറ്റ് വരെ തുടങ്ങി 20 വർഷമായി പബ്ലിക്കായി എസ് മുസ്ലിമാണ്. പബ്ലിക് ഇത് തുടങ്ങിയത് ശരിയല്ലല്ലോ. ഇയാൾ ഇമിഗ്രേഷൻ എതിരാണ്. അവിടെ ഇയാളെ പിടിക്കാമല്ലോ. ഹനീഫ് ശ്രദ്ധിക്കൂ, ഇയാൾ ഇമിഗ്രേഷൻ എതിരാണ്. അപ്പൊ ഇയാൾ ഈ പറഞ്ഞ പിന്നെ അവിടുത്തെ സ്ത്രീകൾ രക്ഷപ്പെട്ട് വരുന്നതിന് സൗദിക്കാരെ മാത്രം അല്ലെ ഗൾഫ് റീജിയനുള്ളവരെ മുസ്ലിങ്ങളാണല്ലോ ബേസിക്കലി എക്സാലും വയ്യാലും അവരെ കൊണ്ടുവരുന്നതായിട്ട് നിർബന്ധം. പിന്നെ ഇയാൾ ഇസ്ലാമൈസേഷൻ ഓഫ് ജർമ്മനിയാണ് ഇയാളുടെ ഒരു കംപ്ലൈന്റ്. ഇയാൾ കൊണ്ടുവരുന്ന ആരെയാണ്? മുസ്ലിങ്ങളെ അല്ലെ. ഓക്കെ, നിങ്ങൾ പറഞ്ഞ എസ് മുസ്ലിം. ഒരു അവിടുത്തെ മതത്തിന് പീഡനം അനുഭവിക്കുന്നവരെല്ലാം എസ് മുസ്ലിം ഒന്നും ആവില്ലല്ലോ. ചിലപ്പോൾ പറഞ്ഞിടുന്നതിനോ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നതിനോ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കുന്നതിന് എതിരെയൊക്കെ ശബ്ദിക്കുന്നവർക്കൊന്നും ഈ മുഹമ്മദിലും അള്ളാഹുവിലും മറ്റ് സ്ഥാനത്തിലൊന്നും വിശ്വാസം നഷ്ടപ്പെടാനാവുന്നില്ല. അവരാ ഞെരുക്കം ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അവർ മുടങ്ങി പോകാനായിരിക്കും ആഗ്രഹിക്കുന്നത്. ഈ റെഫ്യൂജീസ് ഒക്കെ ഇങ്ങനെ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണ് റെഫ്യൂജീസ് എല്ലാം പോകുന്നത്. അവരെല്ലാം എക്സ് മുസ്ലിംസ് ആയിട്ടാണ് പോകുന്നത്. ഈ ലക്ഷക്കണക്കിന് അവിടെ ജീവിക്കാൻ വയ്യ. അത് ഇസ്ലാമിനോടുള്ള വിശ്വാസക്കുറവുകൊണ്ടൊന്നുമല്ല. അവിടെ ഇസ്ലാം അവിടെ ശരിക്കും വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് അവർ മനസ്സിലാക്കണം അവരുടെ ഇസ്ലാം നല്ല എന്തോ ആണ്, പിന്നെ ഇത് പൗരോഹിത്യത്തിന്റെ കുഴപ്പമാണ്, ഖുർആൻ വളർത്തിച്ചാണ്, മറ്റേതാണ് പറയുന്നവരാണ് കൂടുതൽ ആളുകൾ. അപ്പം ഇമിഗ്രേഷനെതിരെ നിലകൊള്ളുകയും ഇസ്ലാമൈസേഷൻ ജർമ്മനിക്കെതിരെ നിലകൊള്ളുകയും ജർമ്മനിയിലേക്ക് കൂടുതൽ മുസ്ലിങ്ങളെ കൊണ്ടുവരികയും ചെയ്യുന്ന ഇദ്ദേഹത്തെ എക്സ് മുസ്ലിം എന്ന് വിളിക്കണം. 20 അല്ല 200 വർഷം ചെയ്താൽ എന്താണ്? പിന്നെ അയാൾ ചെയ്ത ആക്ട് എന്താണ്? മാത്രമൊക്കെ പബ്ലിക് പോസ്റ്ററാണ്. ഇയാൾക്കെതിരെ ഒരു പെൺകുട്ടി കേസ് കൊടുത്തു. ഇയാൾക്കെതിരെ ഒരു പെൺകുട്ടി കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നിലെ കാരണം എന്താണ്? ലോകം മുഴുവൻ മുസ്ലിങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. എന്നാൽ നിങ്ങൾ ഇന്നത്തെ അയാളുടെ ട്വീറ്റ്സ് നോക്കിയാൽ അറിയാം, ജർമ്മൻ ഗവൺമെന്റിന്റെ പോളിസി അയാൾ അതിർത്തിനെ കൊല്ലുക, പിന്നെ കൊല്ലപ്പെടുക. ഇയാൾക്കെതിരെ ഒരു പെണ്ണ് കേസുണ്ടെന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ആ പ്രശ്നം നടത്തിയ എക്സ് മുസ്ലിമിന്റെ കാര്യമാണ് പറയുന്നത്. ശരിയാണ്ടാ? ഇവിടെ ലക്ഷ്മി രാജീവ് എന്തിനാടാ നിനക്കെതിരെ കേസ് കൊടുത്തത്? ഇവൻ ആ ലക്ഷ്മി രാജീവ് മാതൃഭൂമി ന്യൂസിന് ഇരുന്നുകൊണ്ട് ഒരു ഇത് കൊടുക്കുകയാണ്. അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്ന സമയത്ത് അവിടെ അയ്യപ്പൻ ശബരിമലയിൽ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. അതിന് ഈ വൃത്തികെട്ടവൻ സംഘികൾക്ക് വേണ്ടിയിട്ട് ഓർത്തോണം, അവിടെ നിരീശ്വരവാദികളാണ് കൂടുതലും അവിടെ പെണ്ണുങ്ങൾ കയറുന്നതിനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ സപ്പോർട്ടീവായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവൻ ഒരു നാസ്തികനാണെങ്കിൽ എന്ത് ചെയ്യണം? ആ രീതിയിലല്ലേ പെർഫോം ചെയ്യണം. പകരം സംഘികൾക്ക് സപ്പോർട്ടാകുന്ന രീതിയിൽ ലക്ഷ്മി രാജീവിനെ വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതിന് ഇവന് കേസ് വന്നിട്ടുണ്ട്. അവർക്ക് ഇരട്ട കുട്ടികളാണ്. ആ കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി അതിന് മുമ്പ് തന്നെ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് പുള്ളിക്കാരത്തി അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ടുണ്ടെന്ന് പുള്ളിക്കാരത്തി പറയുകയാണ്. 5000-6000 രൂപ എങ്ങാണ്ട് കണ്ടറൊക്കെ കൊടുത്തു എന്നും പറഞ്ഞു. അപ്പോൾ ഇവന്റെ ചോദ്യം എന്തായിരുന്നെന്ന് അറിയാമോ? എത്ര വൃത്തികെട്ട സ്ത്രീ വിരുദ്ധനാണെന്നുള്ളതിന്റെ തെളിവാണ് ആ ഒരു കേസ് തന്നെ. ഈ ലക്ഷ്മി രാജീവിന്റെ കുഞ്ഞ് മണ്ടർക്ക് ഉണ്ടായതാണോ അതോ അയ്യപ്പൻ്റെതാണോ എന്നാണ് ഇവന്റെ ചോദ്യം. ഇതിനെതിരെ കേസ് വന്നിരുന്നു. കേസ് വന്നിട്ട് ഇവൻ മുൻകൂർ ജാമ്യം എടുത്തിട്ട് നിന്നു. അത് ഓർത്തോണം. അബ്ദുൽ ഖാദർ പുതിയങ്ങാടി ജയിലിൽ കിടന്നപ്പോഴത്തേക്ക് അവനെ ഇറക്കാനായിട്ട് ശ്രമിക്കണമെന്ന് അവൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവൻ പറഞ്ഞതെന്ന് 3 വർഷമല്ലേ, അത് ഈസി ആയിട്ട് അങ്ങ് പൊയ്ക്കോളും, അവിടെ കിടക്കട്ടെ, അത് ഇപ്പം തന്നെ അങ്ങ് തീർന്നോളും എന്ന് പറഞ്ഞവനാണ് ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ പോയി മുൻകൂർ ജാമ്യം എടുത്തത്. വൃത്തികെട്ടവൻ. ഇവനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യമുണ്ട്. നമ്മളെ സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ട, മെനക്കെടുത്തണ്ട എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഈ തൽക്കാലം ഇതിനകത്ത് നിർത്തുന്നു. അത്രയേ ഉള്ളൂ. കൂടുതൽ വിഷയങ്ങളുമായി വീണ്ടും വരാം. എക്സ് മുസ്ലിമിനെ അവൻ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ റീസൺ അവന്റെ ഒപ്പം നിന്നുകൊണ്ട് സംഗീതം വിളമ്പുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് എക്സ് മുസ്ലിം നല്ലവരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇവന്റെ ഒപ്പം നിൽക്കുന്ന എക്സ് മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന ആരിഫ് ഹുസൈൻ നമ്പർ 1 ഫ്രോഡാണ്. ജർമ്മനിയിൽ നടന്നതുപോലെ ഒരു സംഭവം ആരിഫ് ഹുസൈൻ ഇവിടെ നടത്തുമെന്നുള്ളത് സംശയിക്കേ വേണ്ട. നമ്മൾ സൂക്ഷിച്ചിരുന്നുള്ളൂ. ആരിഫ് ഹുസൈൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരിടത്തേക്കും നമ്മളുടെ ആരുകടെയും പറഞ്ഞു വിടാതിരിക്കുക. അവൻ പൊട്ടിത്തെറിക്കുന്നെങ്കിൽ ഇവറ്റകളെ കൂടെയുള്ള മന്ദബുദ്ധികളെ പൊട്ടിത്തെറിപ്പിക്കട്ടെ. നമുക്ക് നമ്മുടെ ജോലി നോക്കി മുൻപോട്ട് പോകാമെന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം. താങ്ക് യു.